ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എനിക്ക് മാതാവും ഈശോയും കൂടെ ക്രിസ്മസ് സമ്മാനമായിട്ട് തന്നെയാണെന്നാണ്. നിന്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും. അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയ പതാക പാറിക്കും. കർത്താവ് നിന്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ. പേര് ആശ, ഞാൻ ഹരിപ്പാടിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2025 ഒക്ടോബർ 7 എൻ്റെ ലൈഫിൽ ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ കൃപാസനത്തിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. ഞാൻ നേരത്തെ കൃപാസനത്തിനെ പറ്റി കേട്ടിട്ടുണ്ട്, കോളേജിലൊക്കെ പോകുന്നത് ഇതിൻ്റെ വാതിക്കൽ കൂടെ ആണ്. പക്ഷെ അപ്പോഴൊന്നും ഞാൻ ഇവിടെ വരണമെന്നോ ഇവിടെ കയറണമെന്നോ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ നഴ്സിംഗ് കഴിഞ്ഞ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ജർമ്മൻ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആദ്യം കുറച്ച് നാൾ മൈസൂർ പഠിച്ചു. അവിടുത്തെ പ്രിപ്പറേഷൻ ശരിയാവുന്നില്ല എന്ന് തോന്നിയിട്ട് പിന്നെ നാട്ടിൽ വന്നു. ഞാൻ എക്സാം പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അത് നന്നായിട്ട് പോണില്ല. എനിക്ക് എക്സാമിന് ഡേറ്റ് കിട്ടുന്നില്ല. എല്ലാവരും കോയമ്പത്തൂരും മുംബൈയൊക്കെ എക്സാം ഡേറ്റ് എടുക്കുമ്പം ആ സമയത്ത് അവിടെയായിരുന്നു പാസിംഗ് റേറ്റ് കൂടുതലുണ്ടായിരുന്നത്. എനിക്ക് അവിടെ ഒന്നും പോകാനോ എക്സാം ഡേറ്റ് എടുക്കാനോ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആകെ ഡൗൺ ആയിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് കൃപാസനത്തിൽ വരുന്നവരുണ്ട്, ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞവരുണ്ട്. അപ്പോൾ അവർ മുഖേനയാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് വരുന്നത്. ഞാനന്ന് ഇവിടെ വന്ന് മാതാവിനെ കണ്ട് കുറേ കരഞ്ഞിട്ടുണ്ട്. എനിക്ക് എൻ്റെ ലൈഫ് എങ്ങോട്ടാണ് പോണേ, എങ്ങനെ എനിക്ക് എക്സാം പ്രിപ്പയർ ചെയ്യാൻ പറ്റും, എവിടെ എനിക്ക് എക്സാം സെൻറ്റർ കിട്ടും, ഒന്നും എനിക്കറിയില്ല. ആകെ എനിക്ക് ജർമ്മനിയിൽ പോകണം, ജോലി ചെയ്യണം, ആ ഒരു ആഗ്രഹം മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ. എനിക്ക് അതെങ്ങനെ എത്തും, അതിലേക്ക് എങ്ങനെ എത്തിപ്പെടും ഒന്നും അറിയില്ല. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് പത്രമൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചേക്കായിരുന്നു. അങ്ങനെ കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഒരു ദിവസം ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോണ സമയത്ത് ഞാൻ വെറുതെ അതെൻ്റെ കയ്യിലെടുത്തു. അവിടെ ബസ് സ്റ്റോപ്പിലും പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള എല്ലാവർക്കും അത് കൊടുത്തു. ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലെത്തുന്നതിന് മുന്നേ എനിക്ക് ഫോണിലേക്ക് ഒരു കോൾ വന്നിട്ട് പറഞ്ഞു, കൊച്ചിയിൽ ഒരു എക്സാം സെൻറ്റർ പുതിയതായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. അത് ഓൾറെഡി ആ സമയത്ത് ബാംഗ്ലൂർ പാസിംഗ് റേറ്റ് ഉള്ള എല്ലാവരും എക്സാമിന് ഡേറ്റ് എടുക്കുന്ന ഒരു സെൻറ്റർ ആയിരുന്നു. ഞാൻ പഠിച്ചത് കൊച്ചിയിലാണ്, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന സ്ഥലമാണ് കൊച്ചി, എനിക്കവിടെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ മാതാവ് എനിക്ക് ആദ്യമായിട്ടൊരു എക്സാം സെൻറ്റർ തന്നു. അത് ഭയങ്കര അത്ഭുതമായിരുന്നു. എനിക്ക് എങ്ങനെ എക്സാമിന് ഡേറ്റ് എടുക്കേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ തന്നെയാണ് എനിക്ക് എക്സാമിന് ഡേറ്റ് എടുത്തത്. ഞാൻ നവംബർ 24 എക്സാം എഴുതി. ഒരു എക്സാം സെൻറ്ററിൽ ജർമ്മൻ പഠിക്കുന്നവർക്കറിയാം, നമ്മൾ ആദ്യമായിട്ട് ഒരു എക്സാം സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പം അവിടെ എക്സാമിന് ഡേറ്റ് ഇടുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ്. നമുക്ക് പാസ്സാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ആ ഒരു ഇതിലാണ് ഞാൻ എക്സാമിന് ഡേറ്റ് എടുക്കുന്നത്. പക്ഷെ ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആകെ 24 ദിവസമാണ് എൻ്റെ മുന്നിലുണ്ടായിരുന്നത്. ഒന്നും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. സ്പീക്കിംഗ് ആകട്ടെ, റൈറ്റിംഗ് ആകട്ടെ, ഒന്നും എനിക്കറിയില്ല. എങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എന്തായാലും മാതാവ് തന്നതാണ് ആ ഡേറ്റ് എന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പിന്നീട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ എക്സാമിന് ഡേറ്റ് എടുത്തു പോയി. ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു ബൈബിൾ വചനമാണ് ദൈവത്തിനൊന്നും അസാധ്യമല്ല, ലൂക്ക 1:37. ഞാൻ എക്സാമിന് പോണതിന് രാവിലെ ഞാൻ ഡെയിലി ബ്രെഡ് കൂടിയ സമയത്ത് അച്ഛൻ അന്ന് ഈ വചനം ഡെയിലി ബ്രെഡിൽ പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് ഏകദേശം ഒന്ന് ഉറപ്പായിരുന്നു മാതാവുണ്ട്, എൻ്റെ കൂടെയുണ്ട്, എക്സാമിന് എൻ്റെ കൂടെ വന്നിന്ന് എന്നെ സഹായിക്കുമെന്ന്. ഞാൻ സാധാരണ പഠിക്കുന്ന സമയത്ത് എനിക്ക് സൗണ്ട് പോകാറുണ്ട്. സൗണ്ട് എടുത്ത് പഠിക്കുന്നതുകൊണ്ട് എനിക്ക് സൗണ്ട് ഉണ്ടാവാറില്ല നോർമൽ എക്സാംസിനൊന്നും. അപ്പോൾ എനിക്ക് നല്ല പേടിയായിരുന്നു. ഒരു 2 hours ഞാൻ ലേസൺ കഴിഞ്ഞിട്ട് സ്പീക്കിങ്ങിന് കയറുമ്പം എനിക്ക് സൗണ്ട് ഉണ്ടാകും എന്ന് എനിക്ക് ഒരു ഉറപ്പില്ലായിരുന്നു. ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി, കുരിശ് വരച്ചു. എൻ്റെ കയ്യിൽ ഉടമ്പടി ഉപ്പെടുത്തിട്ടാണ് ഞാൻ സ്പീക്കിങ്ങിന് കയറുന്നത്. നന്നായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. എനിക്ക് എന്തൊക്കെയോ അറിയാമെന്നുള്ളതേ ഉള്ളൂ, അല്ലാണ്ട് അത് നല്ല രീതിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാമെന്നുള്ള കോൺഫിഡൻസ് ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതേവരെ ഇങ്ങനെ കൂളായിട്ട് എനിക്കറിയാത്ത ആളുകളോട് സംസാരിച്ചിട്ടില്ല. അവർ പറയണമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. എൻ്റെ എക്സാമിന് എൻ്റെ പാർട്ട്ണർ ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. ആ കുട്ടിക്ക് സ്പീക്കിംഗ് വേണമെന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഡിസ്കഷനും പ്രോബ്ലം ലോസിങ്ങും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നോട് സംസാരിച്ച് മുഴുവൻ എൻ്റെ എക്സാമിനറാണ്. എനിക്ക് കിട്ടില്ല എന്ന് ഉറപ്പിച്ച് ഇറങ്ങിയ എക്സാമാണ്. പക്ഷെ ഞാൻ വിശ്വാസത്തിലേക്ക് വന്നിട്ട് ആദ്യമായിട്ട് ആഘോഷിക്കാൻ പോണ ക്രിസ്മസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റണമെന്ന്. ഡിസംബർ 20 എനിക്ക് ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ ഫുൾ മൊഡ്യൂൾ എനിക്ക് പാസ്സാകാൻ പറ്റി. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എനിക്ക് മാതാവും ഈശോയും കൂടെ ക്രിസ്മസ് സമ്മാനമായിട്ട് തന്നെയാണെന്നാണ്. അത് കഴിഞ്ഞിട്ട് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഏതാണ് നല്ല ഏജൻസി, എവിടെ കൊടുത്താൽ ചെയ്യാൻ പറ്റും ഒന്നും അറിയില്ല. എങ്ങനെ പ്രോസസ്സിങ് ചെയ്യണം ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ എവിടെ നിന്നാണോ ജർമ്മൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് അവിടേക്ക് തന്നെയാണ് തിരിച്ച് ഞാൻ എൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി ചെല്ലുന്നത്.
അവിടെ ചെന്ന് ക്രിസ്മസിൻ്റെ ഹോളിഡേയ്സ് ഒക്കെ ആയതുകൊണ്ട് ഡിസംബർ ജാനുവരി മാസങ്ങളിലൊന്നും ഇൻ്റർവ്യൂസ് ഇല്ലായിരുന്നു. ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ആയത് ഫെബ്രുവരിയിലായിരുന്നു. ഫെബ്രുവരിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എല്ലാവർക്കും ഒരു ദിവസം അല്ല അന്ന് തന്നെ റിസൾട്ട് വരുന്നിടത്ത് ഞങ്ങൾ 1 മാസം വെയിറ്റ് ചെയ്തു ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട്. റിസൾട്ട് വന്നപ്പം അവർ പറഞ്ഞു മാനേജ്മെൻറ്റ് ചേഞ്ചായി, ഞങ്ങളിപ്പോൾ ആരെയും എടുക്കുന്നില്ല എന്ന്. അങ്ങനെ അത് കിട്ടിയില്ല. ആ സമയത്ത് എൻ്റെ കൂടെ അവിടെ വന്ന ഫ്രണ്ട്സൊക്കെ പ്രോസസ്സിങ് ഏകദേശം ശരിയായി, അവർ പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായി. അപ്പോഴും എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. ഞാൻ 2ാമത് ഉടമ്പടി പുതുക്കാൻ അത് കഴിഞ്ഞ് ഇവിടെ വന്നു. അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ ഈ ഉടമ്പടിയിൽ വെക്കുന്ന നിയോഗം സാധിച്ചു തരുമെങ്കിൽ ഇവിടെ പ്രാർത്ഥനയിൽ എനിക്ക് എന്തെങ്കിലും ഒരു വസ്തു പിടിക്കാൻ തരണം എന്ന്. അന്ന് എനിക്ക് മെഴുകുതിരി കിട്ടി. അപ്പോൾ ഞാൻ വിശ്വസിച്ചു എനിക്ക് ഈ വട്ടം പോകുന്ന സമയത്ത് എല്ലാം ശരിയാവുമെന്ന്. ഞാൻ പിന്നീട് തിരിച്ച് മൈസൂർക്ക് പോകുമ്പം ഒരു വചനം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചെടുത്തിട്ടാണ് പോയത്. അപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഭയപ്പെടേണ്ട, വിശ്വസിക്കാൻ മാത്രം ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള വചനം. ഞാൻ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. എനിക്ക് എൻ്റെ ബർത്ത്ഡേ മാർച്ചിലാണ്, മാർച്ച് 22 അപ്പോൾ ഞാൻ എപ്പോഴും പറയായിരുന്നു എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എൻ്റെ ബർത്ത്ഡേക്ക് മുന്നേ എനിക്ക് ജോലി തരണം എന്ന്. മാർച്ച് 19 എനിക്ക് ഇൻ്റർവ്യൂ ഷെഡ്യൂളായി. അവർ പറഞ്ഞത് 1 വീക്ക് എടുക്കും ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരാമെന്നാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ബർത്ത്ഡേയും പോയി, എനിക്ക് അങ്ങനെ സന്തോഷിക്കാനുള്ള ഇതില്ലാന്ന്. പക്ഷേ മാർച്ച് 20 തന്നെ എൻ്റെ റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. ആ ഇൻ്റർവ്യൂ എനിക്ക് ഭയങ്കര പാടായിരുന്നു. എന്നൊക്കെ ക്വാളിഫിക്കേഷനുള്ള ആളുകളുണ്ടായിരുന്നു, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിന് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി തൈല ഉപ്പൊക്കെ യൂസ് ചെയ്തിട്ടാണ് കയറിയത്. കാരണം എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടിയില്ലെങ്കിൽ ഇനി എത്ര നാളും കൂടെ അവിടെ നിൽക്കണം എന്ന് അറിയില്ലായിരുന്നു. എനിക്ക് നല്ല വിഷമമായിരുന്നു. അവരെന്നോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പോഴും എനിക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയില്ല. ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലായില്ല. ഞാൻ അവരോട് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ചോദിച്ചു. എനിക്ക് ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ചോദിച്ചിട്ട് അതിനെ പറ്റിയിട്ട് എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അതിനെനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടില്ല എന്ന്. പക്ഷേ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എനിക്ക് ആ ഇൻ്റർവ്യൂ പാസ്സാക്കി തന്നു. വെറും 2.5 മാസം കൊണ്ട് എൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയി. ഞാൻ 3ാമത് ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പം എൻ്റെ പ്രോസസ്സിങ് റിലേറ്റഡ് ആയിട്ട് ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, May 7 എന്ന് പറഞ്ഞിട്ട്. എൻ്റെ മനസ്സിൽ അപ്പോൾ വന്നു, ഞാനത് എഴുതി. May 7 ഞങ്ങളുടെ വിസ അപ്പോയിൻമെൻറ്റ് വന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങളുടെ വിസ അടിച്ച് ഞങ്ങളുടെ കയ്യിൽ കിട്ടി. 2.5 മാസം ആവുന്നതിന് മുന്നേ എൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്തു. ജൂൺ 17 ഞങ്ങൾ ജർമ്മനിക്ക് പോവാണ്. അപ്പോൾ എല്ലാം ഡേറ്റ് ആണെങ്കിലും എല്ലാ കാര്യത്തിലും പ്രോസസ്സിങ് എല്ലാ കാര്യങ്ങളും നടന്നത് ഒന്നെങ്കിൽ ചൊവ്വാഴ്ച ആയിരിക്കും, അല്ലെങ്കിൽ 7 റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റിലായിരിക്കും. ഞാൻ ഒരിക്കലും ഇവിടെ ആദ്യമായിട്ട് വരുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇത്രയും പെട്ടെന്ന് ജർമ്മനിക്ക് പോകാൻ പറ്റുമെന്നും. പ്രോസസ്സിങ്ങിൻ്റെ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. എല്ലാം എൻ്റെ ഏജൻസിയും എംപ്ലോയറുമാണ് ചെയ്തത്. ജസ്റ്റ് വിസയ്ക്ക് പോവുക, അവർ തന്ന പേപ്പേഴ്സ് പ്രിൻ്റ് എടുക്കുക, അവിടെ കൊടുക്കുക, അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എല്ലാ കാര്യവും ഇവിടം വരെ എത്തിച്ചത് എൻ്റെ അമ്മ മാതാവും യേശു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം കൊടുക്കാറുണ്ട്. ഞാൻ മൈസൂരാണ് പ്രോസസ്സിങ് ചെയ്തത്. അപ്പോൾ അവിടെ കന്നഡ പത്രം വാങ്ങി കൊടുക്കാറുണ്ട്. പള്ളികളിൽ പോയിട്ട് മലയാള പത്രം കൊടുക്കാറുണ്ട്. പിന്നെ സ്റ്റാറ്റസ് ഇടാറുണ്ട്, സ്റ്റോറി ഇടാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഫ്രണ്ട്സ് എല്ലാവർക്കും കൂടി കൃപാസനത്തിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. ഡെയിലി അസസ്മെൻറ്റുകൾ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സാലറി കിട്ടുന്നതിൽ നിന്ന് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഫുഡ് വാങ്ങി കൊടുക്കാറുണ്ട്. പള്ളിയിൽ അവിടെ ഓർഫനേജൊക്കെ നടത്തുന്നതിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഡെയിലി ബ്രെഡ് കൂടാറുണ്ട്, അത് മുടക്കാറില്ല. എത്ര തിരക്കാണേലും ഞാൻ ഡെയിലി ബ്രെഡ് കൂടും. ഞാൻ യാത്രയിലാണേലും കൂടും. വൈകുന്നേരം ഈവനിങ് പ്രെയർ ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് ജപമാല ചൊല്ലാൻ അറിയില്ലായിരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ എനിക്കത് പഠിപ്പിച്ചു തന്നു. ഞാൻ എല്ലാ ദിവസവും ജപമാല ചൊല്ലാറുണ്ട്. ബൈബിള് വായിക്കാറുണ്ട്. എനിക്ക് ബൈബിള് കറക്റ്റ് വായിക്കാൻ അറിയില്ല. അപ്പോൾ ഞാൻ ഓഡിയോ ബുക്ക് കേട്ടിട്ട് ഡെയിലി അത് ചെയ്യാറുണ്ട്. കുർബാന കൂടാറുണ്ട്. അവിടെ മൈസൂരുള്ള സമയത്ത് അവിടെ മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള പള്ളിയുണ്ട്. അവിടെ ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് പോവും. കുർബാന മുടക്കാറില്ല, അതൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്. എല്ലാം തന്ന പരിശുദ്ധ അമ്മയ്ക്കും യേശുവിനും 1000 നന്ദി. ഇനിയും ഞാൻ ഉടമ്പടിയിൽ തന്നെ ജീവിക്കും. എന്നെ പുതിയൊരാളാക്കാൻ, കുറച്ചുകൂടെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കാൻ എന്നെ ഉടമ്പടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിൻ്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും. അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയ പതാക പാറിക്കും. കർത്താവ് നിൻ്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ. സങ്കീർത്തനം 20:5 വിജയ പതാക പാറിക്കുന്നത് കർത്താവിൻ്റെ നാമത്തിലാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ്. ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട്, പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് ഇന്ന് അമ്മയ്ക്ക് നന്ദി പറയുന്നത്. അക്രൈസ്തവ മക്കളായ ഈ കൊച്ചുമക്കൾ ഉടമ്പടിയുടെ കൊച്ചു ചുവടുകൾ വയ്ക്കുമ്പോഴും ഈശോയും അമ്മയും അവരുടെ പ്രാർത്ഥന കേൾക്കാതിരുന്നില്ല. അവരെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു ദൈവാനുഭവമാണ് ഈ മക്കൾക്കുണ്ടായത്. ഈ മകൾ പറഞ്ഞു നിർത്തിയത് ഉടമ്പടിയിൽ വന്നേ പിന്നെ ഞാനൊരു ബെറ്റർ പേഴ്സൺ ആയെന്നാണ്.
ഒരുപക്ഷെ ആത്മീയതയിലോ കൂടുതൽ കൂട്ടുകാരോട് കൂടുവാനും അത് ആത്മീയമായ ഒരു ബന്ധമാണ്. നമുക്കറിയാം പലപ്പോഴും നമ്മുടെ യൂത്ത് കൈവിട്ട് പോകുന്ന ഒരു സമയമാണ്. പക്ഷേങ്കിൽ ഈ മക്കൾ ഒരു കൃപാസനം ഗ്രൂപ്പ് തന്നെ, ഒരു യൂത്തിൻ്റെ ഗ്രൂപ്പാണ്. യങ് ജനറേഷനിൽ ഒരു യങ് ഗ്രൂപ്പ്, അതായത് ഉടമ്പടി മക്കളുടെ കൊച്ചുമക്കളുടെ ഒരു ഗ്രൂപ്പ് തന്നെ ഇവരുണ്ടാക്കിയിരിക്കുകയാണ്, കൃപാസനം ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ അവർ മറ്റുള്ളവരെ എൻകറേജ് ചെയ്തും പ്രാർത്ഥനയിൽ അരൂപിയിലുമാണ് ആ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. ജീവിതത്തിൽ ഏറ്റവും നല്ലത് ആത്മീയ ജീവിതം ഉണ്ടെങ്കിൽ നമുക്കെല്ലാം നമ്മുടെ കൂടെയുണ്ട്. ഈശോയും അമ്മയും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നാം വഴി തെറ്റാതെ നല്ല ഒരു ആത്മീയ ജീവിതം ഉണ്ടെങ്കിൽ, ആ ആത്മീയതയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവിടെ ജീവിതത്തിലെന്നും വിജയ പതാക തന്നെയായിരിക്കും. കാരണം ഈശോയുടെ സാന്നിധ്യമുണ്ട്, അമ്മയുടെ സംരക്ഷണമുണ്ട്. കൃപാസനം അമ്മയാണ് നമ്മെ ആ ഈശോയുടെ ആ സംരക്ഷണത്തിലേക്ക് നമ്മെ കരം പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നത്. കാനായിലെ വിവാഹ വിരുന്നിൽ കുടുംബത്തിൻ്റെ പ്രശ്നം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അവരെ ഈശോയിലേക്ക് കൊണ്ടുപോയത്. ഇന്നും അമ്മ, കൃപാസനം അമ്മ നമ്മുടെ ഓരോ മക്കളെയും കരം പിടിച്ചുകൊണ്ടാണ് ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുമെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ വിജയം ദൈവകൃപയാണെന്ന് നമുക്ക് തിരിച്ചറിയാം. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കും വിശ്വാസത്തിൻ്റെ സാക്ഷികളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശയ്ക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടി